തൃശൂരിൽ അക്യൂപഞ്ചർ പ്രസവത്തെ തുടർന്ന് യുവതിക്ക് ദാരുണാന്ത്യം. ചാവക്കാട് സ്വദേശിയായ മൊഹസിന എന്ന യുവതിയുടെ 7ാം പ്രസവത്തിനിടെയാണ് മരണം സംഭവിച്ചത്. പ്രസവത്തെ തുടർന്ന് യുവതിക്ക് അണുബാധയുണ്ടായി. യുവതിയുടെ ഭർത്താവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല എന്ന വിവരവും വരുന്നു. ചാവക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് നടരാജ് പരശുറാം ചേരുകയാണ്. നടരാജ്, അക്യൂപഞ്ചർ ഒരു ചികിത്സാ രീതി പോലുമാണോ എന്ന് പലരും സംശയിക്കുന്ന ഒരു കാലത്ത് ഒരു സ്ത്രീയെ പ്രസവത്തിന് വിധേയാക്കുമ്പോൾ അക്യൂപഞ്ചർ വഴി പ്രസവം നടത്തിക്കളയാം എന്ന് കരുതുന്ന ഒരു കുടുംബം, അത് കൈവിട്ടു പോകുമ്പോൾ ആ സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാകാത്ത ഭർത്താവ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ജിമ്മി, കഴിഞ്ഞ ജനുവരിയിലാണ് ഈ പ്രസവം നടക്കുന്നത്. പെൺകുഞ്ഞാണ് ജനിച്ചത്. പ്രസവത്തിന് 6 ദിവസത്തിന് ശേഷം കുഞ്ഞ് മരണപ്പെട്ടു. ചാവക്കാട് സ്വദേശിയായ 37-കാരി മുഹ്സിന ഈ പ്രസവത്തിന് ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി ഗുരുതരമായ പ്രശ്നങ്ങളിലായിരുന്നു. ഇവരെ ആവശ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഭർത്താവ് ഇബ്രാഹിം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നാണ് മുഹ്സിനയുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ കുറച്ചു ദിവസം മുമ്പ് വരെ ഇവർ വീട്ടിലായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ഇവരുടെ ബന്ധുക്കളാണ് വളരെ മോശമായ അവസ്ഥയിൽ മുഹ്സിനെ കാണുകയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റുകയും ചെയ്തത്. ഇന്നലെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മുഹ്സിനയുടെ മരണം സംഭവിച്ചത്. ഇത് സംബന്ധിച്ച് കുടുംബം നൽകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. 7ാമത്തെ പ്രസവമാണ് കഴിഞ്ഞ ജനുവരിയിൽ മുഹ്സിനയുടെ നടന്നത്. അക്യൂപഞ്ചർ ചികിത്സാ രീതി പ്രകാരമാണ് പ്രസവം നടത്തിയത്. മുഹ്സിനയുടെ ഭർത്താവ് അക്യൂപഞ്ചർ ചികിത്സാ രീതി നടത്തുന്ന വ്യക്തിയായിരുന്നു. ഭർത്താവ് ഇബ്രാഹിമും അവരുടെ സുഹൃത്തായ ഒരു സ്ത്രീയും ചേർന്നാണ് ഇത്തവണ പ്രസവം നോക്കിയതെന്നും അത് കൃത്യമായി നടക്കാത്തത് കൊണ്ട് മുഹ്സിനയുടെ ശരീരത്തിൽ ഒരുപാട് വ്രണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്നും അതിനും കൃത്യമായ ചികിത്സ ലഭിക്കാതായതോടുകൂടിയാണ് ഗുരുതരാവസ്ഥയിലേക്ക് പോയത് എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രസവം അക്യൂപഞ്ചർ വഴി നടത്തുന്ന ഒരു രീതി ഉണ്ടെന്നും അത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്നുമാണോ കരുതേണ്ടത്, അതോ ഇത് പലയിടത്തായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ അക്യൂപഞ്ചർ വഴി പ്രസവം നടത്തുന്നത് പല സ്ഥലങ്ങളിലും പലരും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയമായ വശത്തെക്കുറിച്ച് 2 അഭിപ്രായം പറയുമ്പോഴും പലരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അങ്ങനെയുള്ളപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. ഇതിൽ നിന്നും മാറി നിൽക്കണമെന്ന് പലപ്പോഴും ഈ രംഗത്തെ വിദഗ്ധർ പറയുമ്പോഴും പലരും ഇത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്. ഈ കേസിൽ ഈ മരിച്ച വ്യക്തിയുടെ ഭർത്താവ് ഈ തരത്തിൽ ചികിത്സാ രീതി നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണെന്നാണ് മരിച്ച മുഹ്സിനയുടെ ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ പ്രസവങ്ങളൊന്നും തന്നെ അക്യുപഞ്ചർ രീതിയിലല്ല മുഹ്സിനയുടെ നടന്നത്. 7ാമത്തെ പ്രസവമാണ് ഇത്തവണ നടന്നത്. മുമ്പ് നടന്നതൊക്കെ തന്നെ സാധാരണ രീതിയിലായിരുന്നു. ഇത്തവണ ഈ രീതിയിലാണ് പ്രസവം നടന്നത്. ഇതിന് ഇബ്രാഹിമിനൊപ്പം അവരുടെ ഒരു സുഹൃത്തും കൂട്ടായി കൂടെ ഈ ചികിത്സ നടത്താൻ കൂടിയുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം 6 ദിവസത്തിന് ശേഷം പെൺകുഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പും സാധാരണ രീതിയിൽ പ്രസവം നടത്തുമ്പോഴും 2 തവണ കുഞ്ഞ് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മുഹ്സിനയ്ക്ക് ഇപ്പോൾ 4 കുഞ്ഞുങ്ങളുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കുകയാണ് മുഹ്സിന മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുന്നത്. ഇന്ന് കബറടക്ക ശുശ്രൂഷ ശേഷം ഔദ്യോഗികമായി പോലീസിൽ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമിക വിവരം ലഭിച്ചതിന് പിന്നാലെ ചാവക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ശരി നടരാജ്.